ഷാർജയിലെ മലയാളികളെയും കേരളക്കരയെയും ഒന്നാകെ ഞെട്ടിച്ച ആത്മഹത്യകളിൽ ഒന്നായിരുന്നു ഷാർജയിൽ അതുല്യ എന്ന പെൺകുട്ടി തൂങ്ങി മരിച്ചത്. ഭർത്താവിന്റെ പീഡനം മൂലമാണ് അതുല്യ തൂങ്ങി മരിക്കുന്നത്. അതുല്യയുടെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുക്കളും എല്ലാം ഭർത്താവായ സതീഷാണ് അതുല്യയുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞിരുന്നു. ഇയാൾ വീട്ടിൽ പൂട്ടിയിട്ടാണ് ജോലിക്ക് പോയിരുന്നതെന്നും മദ്യപിച്ച് വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും താൻ കാരണമല്ല അതുല്യ മരിച്ചതെന്നും പറഞ്ഞ് സതീഷും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സതീഷിൽ നിന്നും അതുല്യ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ ക്രൂരമായി അതുല്യോട് പെരുമാറുകയും മോശമായ രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് സതീഷ്. 10 വർഷത്തിലേറെയായി അതുല്യയ്ക്ക് സതീഷിന്റെ പീഡനം സഹിക്കേണ്ടി വരുന്നു. ദിവസവും മാനസികമായും ശാരീരികമായും സതീഷ് അതുല്യയെ വേദനിപ്പിച്ചിരുന്നു. മോശം വാക്കുകൾ പറയും, അവളെ ചെറുതാക്കി കാണും, എല്ലായ്പ്പോഴും ഭയത്തിലാക്കും, ചിലപ്പോൾ അടിക്കുകയും തള്ളുകയും ചെയ്യും. ഒരു ദിവസം സതീഷ് അതുല്യയെ അധിക്ഷേപിക്കുന്നതും മർദ്ദിക്കുന്നതും തെളിവായി സൂക്ഷിക്കാൻ അതുല്യ വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ സതീഷ് അവളെ വീണ്ടും അടിക്കുകയും ചെയ്യുന്നുണ്ട്. അടി കൊള്ളാതിരിക്കാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് മേശയ്ക്ക് ചുറ്റുമോടുന്ന അതുല്യയെ സതീഷ് ഓടിച്ചിട്ട് പിടിക്കുകയും പിന്നീട് ക്രൂരമായി അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നുണ്ട്.